കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആരോടും പറയാതെ സുനന്ദയുടെ അച്ഛൻ പെട്ടെന്ന് തന്നെ ലീവ് എടുത്തങ്ങ് നാട്ടിലേക്ക് വരികയാണ്. എന്തിനാണ് ഇത്ര പെട്ടെന്ന് വന്നത് എന്ന് സുനന്ദയോടോ അവളുടെ അമ്മയോടോ ഒന്നും തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അച്ഛനെ കണ്ട സന്തോഷത്തിൽ അമ്മ ആരതിയൊക്കെ ഒഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ അകത്തേക്ക് സ്വീകരിച്ചു. ചായയൊക്കെ ഇട്ടുകൊടുത്തു. പക്ഷേ വന്നതിന്റെ ആ ഒരു അസൽ കാരണം ആർക്കും തന്നെ പിടികിട്ടിയിരുന്നില്ല. ആ സമയത്തന്നെ ഗംഗാധരൻ സുനന്ദയോട് പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് മോളെ എന്ന് തിരക്കി. അതൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട് അച്ഛാ. ഈ വർഷം സെക്കൻഡ് ഇയർ ആണ്. അടുത്ത വർഷം കൂടി കഴിഞ്ഞാൽ എന്റെ പഠിത്തം തീരുമെന്ന് സുനന്ദ മറുപടി നൽകി. അപ്പോഴാണ് ഗംഗാധരൻ ആ ഒരു കാര്യം അങ്ങോട്ടേക്ക് പറയുന്നത്. അതെ, പഠിത്തമൊക്കെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് കല്യാണത്തിന്റെ കാര്യം ആലോചിക്കാമല്ലോ എന്ന് പറയും. പക്ഷേ സുനന്ദക്ക് ഇനിയും പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അവളുടെ അമ്മ പറയുന്നത് ഇനി എന്ത് പഠിക്കാനാണ്, എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് വിടുകയാണ് വേണ്ടതെന്ന് കട്ടായം പറഞ്ഞു. അപ്പോഴാണ് ഗംഗാധരൻ ആ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നത്. ഈ കല്യാണക്കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ലീവ് എടുത്ത് വന്നത് എന്ന്. തന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യനുണ്ടെന്നും അവൻ കമ്പനിയിൽ സൂപ്പർവൈസർ ആണെന്നും ഗംഗാധരൻ പറഞ്ഞു. നല്ല പയ്യനാണ്, ഒരേ ഒരു ചേച്ചിയേ ഉള്ളൂ. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ വേറെ ബാധ്യതകളൊന്നുമില്ല. അവന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാടധികം ഇഷ്ടമായി. നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ അവനും സമ്മതമാണെന്നും പറഞ്ഞു. ഇനി എന്തായാലും ഇത് നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല. പെണ്ണ് കാണാൻ അവരുടനെ തന്നെ എത്തുമെന്നും ഇഷ്ടമായ ഉടനെ തന്നെ കല്യാണം നടത്തുമെന്നും അച്ഛൻ പറഞ്ഞപ്പോൾ സുനന്ദയുടെ മുഖം അങ്ങ് വിളറി വെളുത്തു. അവളുടെ മനസ്സിൽ നിറയെ സുഭാഷേട്ടനാണല്ലോ. പിന്നെങ്ങനെ മറ്റൊരാളെ കെട്ടുമെന്ന് ആലോചിച്ച് അവൾ ആകെ തകർന്നുപോയി. പക്ഷേ സുനന്ദയുടെ അമ്മക്ക് വലിയ സന്തോഷമായിരുന്നു. ഇത്രയും നല്ലൊരു ആലോചന വന്നത് ഭാഗ്യമാണെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് താൻ ഇത്ര എമർജൻസി ആയിട്ട് വന്നതെന്ന് ഗംഗാധരൻ ആവർത്തിച്ചു പറഞ്ഞു. ആ കല്യാണം അതിഗംഭീരമായി തന്നെ നടത്തണമെന്നും ഉറപ്പിച്ചിരുന്നു. സുനന്ദക്കാണെങ്കിൽ എന്തു പറയണമെന്നറിയാതെ തരിച്ചു നിൽക്കാണ്. സുഭാഷേട്ടനോട് ഈ ഒരു കാര്യം എങ്ങനെ പറയുമെന്ന് അവൾ ആകുലതപ്പെട്ടു. വീട്ടുകാരോട് ഈ കാര്യം പറഞ്ഞാൽ തന്നെ കൊന്നുകളയുമെന്നും എന്തൊക്കെ പുകിലുണ്ടാക്കുമെന്നും അവൾക്ക് പേടിയായിരുന്നു. പക്ഷേ സുനന്ദയുടെ അച്ഛനും അമ്മയും വലിയ ആവേശത്തിലായിരുന്നു. ചെക്കന് ഫോട്ടോ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നേരിട്ട് കണ്ട് കല്യാണം ഉടനെ തന്നെ ഉറപ്പിക്കണമെന്ന നിലപാടിലായിരുന്നു അവര്. ഇതേ സമയത്തന്നെ സുഭാഷ് സിറ്റൗട്ടിൽ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ഹരീഷ് പറഞ്ഞ കാര്യങ്ങൾ അയാളുടെ മനസ്സിൽ കടന്ന് വേട്ടയാടുകയായിരുന്നു. സുധീഷും നിധിയും തമ്മിലുള്ള ആ ഒരു കല്യാണം തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും താൻ അസൂയ കൊണ്ടാണ് ആ ഫോട്ടോ തൂക്കാൻ പോലും സമ്മതിക്കാത്തതെന്നും അവൻ കരുതിയിട്ടുണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ച് സുഭാഷ് ആകെ ആകുലതപ്പെട്ടു. അതോർത്തപ്പോൾ സുഭാഷിന് കണ്ണ് താനെ നിറഞ്ഞു വന്നു. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. ആ ഫോട്ടോ അവിടെ കൊണ്ടുവന്ന് തൂക്കാൻ പറഞ്ഞത് താനാണെന്നും നിധിക്ക് താൻ അവളുടെ ഭർത്താവാണെന്ന ചിന്ത പോലും എപ്പോഴും വേണമെന്ന് കരുതിയിട്ടാണ് എന്ന് സുധീഷ് പറഞ്ഞു. തന്റെ കള്ളത്തരങ്ങളൊക്കെ അവൾ തിരിച്ചറിയുമ്പോൾ വലിയ പ്രശ്നമാകുമെന്ന് സുഭാഷ് താക്കീത് നൽകിയെങ്കിലും സുധീഷ് അതൊന്നും തന്നെ കാര്യമാക്കിയില്ല. നിധി ഹരീഷിന്റെ വർക്ക്ഷോപ്പിൽ ചെന്ന കാര്യം സുഭാഷ് പറഞ്ഞപ്പോൾ സുധീഷ് ഒന്ന് ഞെട്ടി. ദൈവമേ, എന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞോ എന്ന് അയാൾ പേടിച്ചുവെങ്കിലും ഉടനെ തന്നെ അതൊരു വാശിയായി. അവളെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നും പതുക്കെ പതുക്കെ അവളെ എന്നെ സ്നേഹിക്കുമെന്നും സുധീഷ് തറപ്പിച്ചു പറഞ്ഞു. കൂടാതെ താൻ തോമസ് ഏട്ടന്റെ ട്രാവൽ ഏജൻസിയിൽ വീണ്ടും ജോലിക്ക് കയറിയ കാര്യവും പുള്ളി സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്. ഇനി താൻ അവളെ പൊന്നുപോലെ നോക്കുമെന്നും സുധീഷ് വീമ്പിളക്കി. ഇടയ്ക്ക് സുഭാഷിനോട് ഒരു ബ്രോക്കറെ കണ്ട കാര്യവും നല്ലൊരു ആലോചനയുണ്ടെന്ന കാര്യവും സുധീഷ് പറയുന്നുണ്ട്. പക്ഷേ താൻ മടുത്തുപോയി എന്നും ഇനി ഒരു കല്യാണമൊന്നും വേണ്ട എന്നും സുഭാഷ് ഒഴിഞ്ഞു മാറിക്കൊണ്ട് മറുപടി നൽകി. എങ്കിലും സുഭാഷ് ഏട്ടന്റെ കല്യാണം ആർഭാടമായി നടത്തുമെന്നും എല്ലാവരും ചേർന്ന് അത് ആഘോഷിക്കുമെന്നും സുധീഷ് സുഭാഷിന് വാക്ക് നൽകുകയാണ്. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ തന്നെ സുഭാഷ് അടുക്കളപ്പണിയിലായിരുന്നു. അപ്പോഴും സുധീഷും ഹരീഷും നികേഷും ഒക്കെ ഹാളിൽ ഇങ്ങനെ പുതിച്ചുമൂടി സുഖമായിട്ട് കിടന്നുറങ്ങാണ്. നിധി വന്ന് അവരെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, പോട്ടെ, അവർ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് പറയും. പക്ഷേ നിധി വിട്ടുകൊടുത്തില്ല. അവൾ നികേഷിനെയും ഹരീഷിനെയും ഒക്കെ വിളിച്ചുണർത്തി. ഹരീഷ് പെട്ടെന്ന് തന്നെ പായയും തലയണമൊക്കെ ആയിട്ട് അവിടെ നിന്നും പോയി. ഹരീഷിനാണെങ്കിൽ നിധിയുടെ മുന്നിൽ ഇത്തിരി നാണമായിരിക്കും. പക്ഷേ സുധീഷിന് മാത്രം എഴുന്നേറ്റില്ല. നിധി പോയി ഒരു പാത്രം വെള്ളമെടുത്ത് സുധീഷിന്റെ മേലേക്കങ്ങ് ആഞ്ഞൊഴിച്ചു. അപ്പോഴേക്കും സുധീഷ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. പക്ഷേ നിധിയെ കണ്ടപ്പോൾ ഒന്നും തന്നെ മിണ്ടിയില്ല. എഴുന്നേറ്റു പോയാൽ കൊള്ളാം, പായും തലയണമൊക്കെ മടക്കി വെക്കാനും കുളിച്ച് ആ ഡ്രസ്സും കൂടി അലക്കിയിടാനും നിധി സുധീഷിനോട് ആജ്ഞാപിച്ചു. നിങ്ങളുടെ ഡ്രസ്സ് അലക്കാനൊന്നും ഇനി സുഭാഷ് ഏട്ടനെ കിട്ടില്ല എന്ന് അവൾ കർക്കശമായി തന്നെ പറഞ്ഞു. സ്വന്തം ജോലികളെല്ലാം തന്നെ സ്വന്തമായി ചെയ്യിപ്പിക്കുകയായിരുന്നു നിധി. അതിനുശേഷം അവൾ മുറ്റമടിക്കാനായി ഇറങ്ങിയപ്പോഴാണ് ഭാസ്കരൻ ബീഡിയും വലിച്ച് അവിടെ ഇരിക്കുന്നത് കണ്ടത്. അത് ശരിയാണോ എന്ന് നിധി ചോദിച്ചു. അച്ഛൻ ബീഡി വലിച്ച എന്താ എന്ന് ഭാസ്കരൻ തിരിച്ചു ചോദിക്കാണ്. അച്ഛൻ വലിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പുക ബാക്കിയുള്ളവർ കൂടി ശ്വസിക്കുന്നത് അസുഖത്തിന് കാരണമാകുമെന്ന് നിധി തൻ്റെ അടുത്തോടെ പറഞ്ഞു. താൻ പുറത്തിരുന്നല്ലേ വലിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ തർക്കിച്ചുവെങ്കിലും നിധി വിട്ടുകൊടുത്തില്ല. അച്ഛന് വേണമെങ്കിൽ കുടിക്കാം, വലിക്കാം, ശരീരം കളയാം, പക്ഷേ അത് മറ്റുള്ളവരെ ബാധിക്കരുത് എന്ന് അവൾ പറഞ്ഞു.
10 അടി മാറിപ്പോയി വലിക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം എതിർത്തുവെങ്കിലും ഭാസ്കരൻ നിധിയുടെ മുന്നിൽ വെച്ച് അടിയറവ് പറഞ്ഞു. പുള്ളി പുറത്തേക്ക് പോയി വലിക്കാൻ തുടങ്ങി. ഇത് കണ്ട് സുഭാഷും സുധീഷൊക്കെ വലിയ സന്തോഷമായിരുന്നു. കാരണം ഇത്രയും കാലം ആര് പറഞ്ഞിട്ടും ഭാസ്കരൻ കേട്ടിരുന്നില്ല. പക്ഷേ നിധി കർക്കശമായി പറഞ്ഞതോടുകൂടി തന്നെ നിധിയെ അനുസരിക്കാണ് ഭാസ്കരൻ ചെയ്തത്. പിന്നീട് അങ്ങനെ സുഭാഷ് ആണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ തിരക്കിട്ട പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ സുനന്ദ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സാധാരണ വന്ന് വർത്തമാനം പറയാറുള്ളത് കൊണ്ട് തന്നെ നിധി അത് കാര്യമാക്കിയില്ല. പക്ഷേ സുനന്ദ സുഭാഷിന്റെ മുന്നിലേക്കെത്തി അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. വല്ലതും കഴിക്കാൻ വേണോ എന്ന് സുഭാഷ് ചോദിച്ചുവെങ്കിലും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. സുനന്ദയുടെ കണ്ണ് നിറഞ്ഞു വരുന്നത് കണ്ട് സുഭാഷ് എന്തു പറ്റി മോളെ എന്ന് ചോദിക്കും. വീട്ടിൽ നിന്നെ അമ്മ വല്ലതും വഴക്ക് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടതിന് സുഭാഷിനെ പെട്ടെന്ന് ഓടി വന്നങ്ങ് കെട്ടിപ്പിടിച്ചു. സുഭാഷ് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഇത് നിധി കാണുന്നുണ്ടായിരുന്നു. എനിക്കിനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് സുനന്ദ സങ്കടം പങ്കുവെച്ചു. അച്ഛൻ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നും കല്യാണം ഉറപ്പിക്കാൻ ആൾക്കാരെല്ലാം വരുമെന്നും തന്റെ ജീവിതത്തിൽ സുഭാഷ് ഏട്ടൻ മാത്രമേ ഉള്ളൂ എന്നും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ സമയത്ത് തന്നെ സുനന്ദയെ തിരഞ്ഞുകൊടുത്തിന് സുനന്ദയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അവര് വന്നപ്പോൾ കാണുന്നത് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സുനന്ദയാണ്. സുഭാഷിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സുനന്ദയെ കണ്ടതും അവർ രണ്ടുപേരും പാഞ്ഞെടുത്ത് അവളെ അങ്ങ് പിടിച്ചു മാറ്റി തലങ്ങും വിലങ്ങും അങ്ങ് അടിച്ചു. നാണം കെട്ടവളെ എന്നൊക്കെ വിളിച്ച് അമ്മ അവളെ ശകാരിച്ചു. സുനന്ദയുടെ അച്ഛൻ സുഭാഷിനെ ക്രൂരമായി തന്നെ മർദ്ദിച്ചു. നിധി അത് തടയാൻ നോക്കിയെങ്കിലും അയാൾ സുഭാഷിനെ കയ്യേറ്റം ചെയ്യുന്നത് തുടർന്നു. സുഭാഷ് തിരിച്ചടിച്ചില്ല. ഇവൻ എന്റെ മോളെ വലവീശി പിടിക്കാനിരിക്കുകയാണെന്നും നിന്റെ സ്വത്ത് മോഹിച്ചാണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞ് അയാൾ ആക്രോശിച്ചു. സുനന്ദയും വലിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. സുഭാഷിന് ഇതെല്ലാം കണ്ട് നല്ല വേദനയുണ്ടായിരുന്നു. തിരിച്ചു തല്ലാത്തത് എന്താണെന്ന് നിധി ചോദിച്ചപ്പോൾ അവർ മുതിർന്നവരല്ലേ, സ്വന്തക്കാരല്ലേ എന്ന് സുഭാഷ് മറുപടി പറഞ്ഞു. പക്ഷേ നിധിക്കത് സഹിക്കാനായില്ല. അവൾ ഉടനെ തന്നെ സുധീഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡ്രൈവിംഗിലായിരുന്ന സുധീഷ് വിവരം അറിഞ്ഞതും ഹരീഷിനെ വിളിച്ച് ഉടനെ തന്നെ വീട്ടിലേക്ക് എത്താൻ പറഞ്ഞു. ഹരീഷ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കരിപുരണ്ട വേഷത്തിൽ തന്നെ പാഞ്ഞെത്തി. അവൻ സുഭാഷിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ നോക്കിയെങ്കിലും പുള്ളി സമ്മതിച്ചില്ല. ഉടനെ സുധീഷും സുഭാഷും ഹരീഷും എല്ലാവരും കൂടി സുനന്ദയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഗംഗാധരനും സുനന്ദയുടെ അമ്മയും കൂടി അവളെ ക്രൂരമായി തന്നെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു. ഇത്ര കാലം നിന്നെ പഠിപ്പിച്ചത് ഇതിനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവർ ദേഷ്യപ്പെട്ടു. ആ സമയത്താണ് സുധീഷും ഹരീഷും അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. എന്റെ ഏട്ടനെ തല്ലിയത് ആരാടാ എന്ന് സുധീഷ് ഗർജിച്ചു. നിങ്ങളുടെ മോളെ അടക്കി നിർത്താൻ അറിയില്ല എങ്കിൽ ഞങ്ങളുടെ ഏട്ടന്റെ മേലെ കുതിര കയറാണോ വേണ്ടത് എന്ന് ഹരീഷ് ചോദിക്കാണ്. തർക്കം മൂത്തപ്പോൾ ഹരീഷ് ഗംഗാധരന്റെ കർണ കുറ്റി നോക്കിയിട്ട് ഒരൊറ്റന്നങ്ങ് പൊട്ടിച്ചു. സുധീഷും കൊടുത്തു ഒന്ന്. അവർ സുനന്ദയുടെ അച്ഛനെ എടുത്ത് പഞ്ഞിക്കിടാണ്. സുഭാഷ് അവരെ അവിടെ നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ട് തിരിച്ചു കൊണ്ടുപോയി. തിരികെ വന്നപ്പോൾ നികേഷും അവിടെ ഉണ്ടായിരുന്നു. വിവരം അറിഞ്ഞപ്പോൾ നികേഷ് പറഞ്ഞത് അയാളുടെ കർണക്കുറ്റി നോക്കിയിട്ട് ഒരൊറ്റൊന്നങ്ങ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടി അവിടെ ഉണ്ടാവണമായിരുന്നു എന്നാണ്. സുനന്ദയോട് അപമര്യാദയായി പെരുമാറിയെന്നുള്ള കള്ള പരാതിയിൽ പോലീസ് സുഭാഷിനെയും സുധീഷിനെയും ഹരീഷിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും കൊണ്ടുപോവാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിധിയാണെങ്കിൽ ആകെ തകർന്നു പോയിരിക്കും. പോലീസുകാരെയും കൊണ്ട് സുനന്ദയുടെ അച്ഛൻ ജീപ്പിൽ തിരിഞ്ഞു നോക്കി ഒരു ജയഭേരി മുഴക്കിയാണ് പോയത്. നിധി ആകെ തകർന്നു പോയി. വീട്ടിൽ ഭാസ്കരനും നികേഷും മാത്രമേ ഉള്ളൂ. സുഭാഷേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിയമത്തിന്റെ മുന്നിൽ പെൺകുട്ടിയുടെ അച്ഛൻ കൊടുത്ത പരാതി അത് വലിയ ആയുധമായി മാറി. ഉടനെ തന്നെ നിധി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. അവിടെ ലോക്കപ്പിൽ തല താഴ്ത്തിയിരിക്കുന്ന സുഭാഷിനെ കണ്ടപ്പോൾ അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. സുധീഷും ഹരീഷിനൊക്കെ നല്ല ദേഷ്യമുണ്ടായിരുന്നു. അവന്മാരെ ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് സുധീഷ് പല്ല് ഞെരിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ സുഭാഷ് മാത്രം ശാന്തനായിരുന്നു. അയാൾ നിധിയോട് പറഞ്ഞു, മോളെ നീ സുനന്ദയെ ചെന്ന് കാണാം. അവൾ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിലാണ് ഞങ്ങളുടെ വിധിയിരിക്കുന്നത് എന്ന് പറയും. നിധി നേരെ സുനന്ദയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ അയൽക്കാരെല്ലാം തന്നെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. സുനന്ദയെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. നിധി ജനലിലൂടെ തന്നെ അവളെ വിളിച്ചു. കരഞ്ഞു തളർന്നിരിക്കുന്ന സുനന്ദയോട് പറയുന്നുണ്ട്, സുനന്ദ, നിന്റെ ഒരു ഒറ്റ വാക്ക് മതി സുഭാഷേട്ടനെ രക്ഷിക്കാൻ. അവർ കൊടുത്തിരിക്കുന്നത് കള്ളപ്പരാതിയാണെന്ന് നീ പോലീസിനോട് പറയണം. പക്ഷേ അച്ഛന്റെ ക്രൂരത നേരിട്ടറിഞ്ഞ സുനന്ദ ഭയന്ന് വിറച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അന്ന് വൈകുന്നേരം പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ആ സൂപ്പർവൈസറും സംഘവും വീട്ടിലേക്കെത്തി. ഗംഗാധരൻ വല്ലാത്തൊരു ആത്മവിശ്വാസത്തിലായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പോലീസ് സുനന്ദയെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. പക്ഷേ സുനന്ദ എല്ലാവരോടുമായിട്ട് ആ ഒരു സത്യം അങ്ങ് പറയാണ്. എന്റെ അച്ഛൻ പറയുന്നതെല്ലാം തന്നെ പച്ചക്കള്ളമാണ്. സുഭാഷേട്ടൻ എന്നെ തൊട്ടിട്ട് പോലുമില്ല. ഞാൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നതാണ്. അച്ഛൻ ഈ പരാതി പിൻവലിച്ചില്ല എങ്കിൽ അച്ഛനെതിരായിട്ട് ഞാൻ മൊഴി കൊടുക്കുമെന്നൊക്കെ സുനന്ദ അങ്ങ് ഉറക്കെ പറയും. സുനന്ദയുടെ നാടകം കണ്ട് ആ ഒരു സൂപ്പർവൈസറും കുടുംബവും ഈ നാടകം കണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി. ഗംഗാധരന്റെ സകല പ്ലാനുകളും തകർന്നു. തന്റെ മകൾക്ക് എന്തുകൊണ്ടും യോജിച്ച ഏറ്റവും നല്ലൊരു ബന്ധം തന്നെയായിരുന്നു അയാൾ മകൾക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ഈ ഒരൊറ്റ കാരണത്തോടു കൂടി തന്നെ ആ ഒരു വിവാഹം മുടങ്ങി.
ഗംഗാധരന്റെ സകല പ്ലാനുകളും തകർന്നു. നാട്ടുകാർക്കിടയിൽ അയാൾ ഒറ്റപ്പെട്ടു. പോലീസിനും കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങി. സുനന്ദ തന്നെ നേരിട്ട് സ്റ്റേഷനിലേക്ക് എത്തി സുഭാഷിനും മറ്റുള്ളവർക്കും എതിരായി നൽകിയ ആ ഒരു മൊഴി കള്ളമൊഴിയാണ് എന്ന് സത്യവാങ്മൂലം നൽകി. അർദ്ധരാത്രിയോടുകൂടി തന്നെ സുഭാഷും സുധീഷും ഹരീഷും ഒക്കെ പുറത്തേക്കിറങ്ങി. സ്റ്റേഷന് പുറത്ത് കാത്തു നിൽക്കുന്ന നിധിയെ കണ്ടപ്പോൾ സുഭാഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഗംഗാധര മേനോൻ തന്റെ പരാജയം സമ്മതിച്ച് ഗൾഫിലേക്ക് തന്നെ മടങ്ങിപ്പോവാൻ തയ്യാറായിരുന്നു. സുനന്ദ തന്റെ പഠനം പൂർത്തിയാക്കാൻ തീരുമാനിച്ചു. സുഭാഷ് പഴയതുപോലെ അടുക്കളയിലും നിധി മുറ്റത്തും തങ്ങളുടെ ജീവിതം തുടർന്നുകൊണ്ടേയിരുന്നു. എങ്കിലും ആ മുറ്റത്തിപ്പോൾ ബീഡിപ്പുകൾക്ക് പകരം സമാധാനത്തിന്റെ തണുത്ത കാറ്റ് തന്നെയാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.